വയനാട്ടിലേക്ക് പോകാം. നമ്മൾ നേരെ ചുരം കയറി വയനാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇന്ന് വയനാട് ലക്കിടിയിൽ ഉണ്ടായ ഒരു കാര്യം പറയാം. വയനാട് ലക്കിടിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി എത്തിയ ടൂറിസ്റ്റ് ബസ് ഇന്ന് അപകടത്തിൽപ്പെട്ട് 11 പേർക്ക് പരിക്കേറ്റ വാർത്ത ഇന്നത്തെ ദിവസം നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. വയനാട്ടിലേക്ക് വരുമ്പോൾ പല വഴികളും കണ്ടാൽ, വാഹനങ്ങൾ പോകുന്നത് കണ്ടാൽ പേടിച്ചു പോകും ആദ്യമായി അവിടേക്ക് വരുന്നവരൊക്കെ. ഇന്ന് ലക്കിടിയിലുണ്ടായ അപകടത്തെക്കുറിച്ചാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്. വയനാട്ടിൽ എവിടെയൊക്കെയാണ് കൂടുതൽ കരുതൽ വേണ്ടത്? വെരി ഗുഡ് ഈവനിങ് സുജയ പാർവതി. ഞാനിപ്പോൾ ഉള്ളത് ദേശീയപാത 766 ഈ വൈത്തിരിക്കും കൽപ്പറ്റയ്ക്കും ഇടയിലുള്ള പ്രദേശത്താണ്. വെള്ളാരം കുന്നെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതായത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും നേരത്തെ ജെൻസനെയും ശ്രുതിയെയെല്ലാം. ആ ജെൻസൺ അന്ന് അപകടത്തിൽപ്പെട്ട സ്ഥലമാണിത്. ഇവിടെ ഈ റോഡ് കാണുമ്പോഴറിയാം, ഇത് 2 എസ് വളവുകളാണുള്ളത്. വാഹനം എതിർദിശയിൽ വരുന്നത് കാണാൻ പോലും കഴിയില്ല. ഒരു എസ് വലിയൊരു യു ടേൺ വളവ് പോലെയുള്ളൊരു ഹെയർപിൻ ബെൻഡ് പോലെയുള്ളൊരു വളവായത് കൊണ്ട് തന്നെ ഇടതുവശം ചേർന്ന് വരുന്ന വാഹനങ്ങൾ എപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ജെൻസൺ അപകടത്തിൽപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇന്ന് രാവിലെ ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറി വൈത്തിരി ലക്കിടിയിൽ കർണാടകയിൽ നിന്ന് വിദ്യാർത്ഥികളുമായി വരുന്ന ബസ് അപകടത്തിൽപ്പെട്ടു. ഭാഗ്യം കൊണ്ടാണ് ആ വിദ്യാർത്ഥികൾക്ക് വലിയ പരിക്കുകളൊന്നും ഏൽക്കാതിരുന്നത്. ഇപ്പോൾ അവർ ആശുപത്രിയിലാണ് രാവിലെ. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, കൽപ്പറ്റ NMSM ഗവൺമെൻറ് കോളേജാണ്. ഈ കോളേജിന് മുൻപിലുള്ള വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. കാരണം ഇതൊരു ഹെയർപിൻ ബെൻഡ് ആയതുകൊണ്ട് തന്നെ മിക്ക വാഹനങ്ങളും ഇവിടെ നിർത്തില്ല. അതുപോലെ തന്നെ മിക്ക സമയങ്ങളിലും അപകടങ്ങളുണ്ടാവും. കൽപ്പറ്റയിൽ നിന്ന് വൈത്തിരിക്ക് ഇടയിലുള്ള 7.5 കിലോമീറ്റർ, അതായത് 7 കിലോമീറ്റർ ദൂരമാണ് ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല. സ്ഥിരമായി, അതായത് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അപകടങ്ങൾ തുടർക്കഥയായ ഒരു സ്ഥലമാണ്. നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ ഈ ബസ് കാത്ത് വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട്. ഈ വളവായതുകൊണ്ട് തന്നെ മിക്ക സമയങ്ങളിലും ഗതാഗത കുരുക്കുണ്ടാകാറുണ്ട്. ഇരുചക്ര വാഹനങ്ങളിൽ വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുക. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ അടക്കേങ്ങര ഈ ഭാഗത്തേക്ക്, അതായത് ഈ പോസ്റ്റ് കണ്ടാൽ അറിയും. അതായത് ഈ ഇടത് ഭാഗത്തു കൂടി വരുന്ന വാഹനങ്ങൾ ഇടിച്ച് വളഞ്ഞുപോയ വെയിറ്റിംഗ് ഷെഡിൻ്റെ പോസ്റ്റാണ്. ഈ കോളേജിലെ വിദ്യാർത്ഥികൾ വൈകുന്നേരങ്ങളിൽ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വന്ന സമയത്ത് ഇവിടെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ബസ്സിലേക്ക് കയറി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് കൽപ്പറ്റയ്ക്കും വൈത്തിരിക്കും ഇടയിലുള്ള 7 കിലോമീറ്റർ ദൂരം ഇപ്പോൾ അപകട പരമ്പര തുടർക്കഥയാകുന്ന ഒരു പ്രദേശം. അവിടെയുള്ള ഒരു യഥാർത്ഥ നേർചിത്രമാണിത്. മിക്കതും എസ് വളവുകൾ, അതുപോലെ തന്നെ ഹെയർപിൻ ബെൻഡുകൾ, കൃത്യമായ സുരക്ഷാ കരുതലുകളോ മുൻകരുതലുകളോ പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ബോർഡുകൾ, അതൊന്നുമില്ലാത്ത രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മിക്ക സമയങ്ങളിലും അപകടങ്ങൾ ഉണ്ടാകുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം വയനാട്ടിലേക്ക് കയറുന്ന എൻട്രി കവാടമാണ്. ഈ ചൂട് കഴിഞ്ഞ്, അതായത് വയനാടിൻ്റെ തണുപ്പും രാത്രിയിലൊക്കെ വാഹനങ്ങൾ ഓടിച്ചെത്തുന്ന ആളുകൾ വയനാടിൻ്റെ തണുപ്പിൽ മിക്കവരും തണുപ്പൊക്കെ കൊണ്ട് ഈ ഭാഗത്തുന്ന സമയത്ത് രാത്രിയൊക്കെ അർദ്ധരാത്രിയൊക്കെയാണ് മിക്കവരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഇവിടെ സംഭവിക്കുക. അതിൽ തന്നെ ഇത്തരത്തിലുള്ള എസ് വളവുകളും ഹെയർപിൻ ബെൻഡുകളുമുള്ള റോഡുകളിലാണ് ഏറ്റവും അധികം അപകടം പതിയിരിക്കുന്ന ഇതുപോലെയുള്ള വളവുകൾ. ഒരു അപകടം നടന്നതിന് ശേഷമെങ്കിലും അവിടെയുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ കൂട്ടുക, അതുപോലെ തന്നെ അപകട സാധ്യത ബോർഡുകൾ കൃത്യമായി തന്നെ സ്ഥാപിക്കുക, അവിടെയുള്ള അതുവഴി പോകുന്ന ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുക, ട്രാഫിക് സംവിധാനം എന്ന് പറയുന്നത് കാര്യക്ഷമമാക്കുക. അതൊക്കെ നടക്കാതെ ഇരിക്കുന്നു എന്നുള്ളത് കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മളിത് ആവർത്തിച്ച് പറയുന്നത്.